സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈകിട്ട് ഞാൻ ജോലിയൊക്കെ ചെയ്ത് തളർന്നിരിക്കുമ്പോഴാണ് ആ ഒരു ആലോചന എൻ്റെ മനസ്സിലേക്ക് പറന്നു വന്നത്. ഏത് ആലോചന എന്നല്ലേ, സംഭവം ഒരു ക്രേവിംഗ് ആണ് കേട്ടോ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഫോൺ എടുത്തു, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓർഡർ ചെയ്തു. അതൊരു 5 മിനിറ്റ്സിൽ എത്തട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് കിച്ചണിൽ പോയിട്ട് പ്രെപ്പ് വർക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തായ് ഡെസേർട്ടാണ് കേട്ടോ. അതിനു മുന്നേ ഒരു കോഴീനെ മുട്ടയിടിപ്പിക്കാനുണ്ട്. അതൊന്ന് മുട്ടയിടിപ്പിച്ചിട്ട് നമുക്ക് അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മളുടെ ഡെസേർട്ട്, ഈ തായ് ഡെസേർട്ടിൻ്റെ പേരാണ് മാംഗോ സ്റ്റിക്കി റൈസ്. നിങ്ങളെല്ലാവരും ഏകദേശം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുന്ന ഐറ്റമാണ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം നമ്മളുടെ സ്റ്റിക്കി റൈസ്, ഞാനിവിടെ സൂഷി റൈസാണ് എടുക്കണേ. അപ്പോൾ സൂഷി റൈസ് ഒന്ന് കുതിർക്കാൻ വെക്കുക ഒരു 20 മിനിറ്റ്സ്. ഇത് നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഡെസേർട്ടിന് വേണ്ട മെയിൻ ഐറ്റംസ് ആണ് കോക്കനട്ട് മിൽക്ക്, മാംഗോസ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ വെച്ചും പ്രിപ്പയർ ചെയ്യാം. ഞാൻ എന്തായാലും ഈ റെസിപ്പിക്ക് യൂസ് ചെയ്യുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കേട്ടോ. ഇത്തിരി റിച്ച്നെസ് ഇരിക്കട്ടെ. മാങ്ങയ്ക്കൊക്കെ ഇപ്പം എന്താ ഗമ അല്ലേ, നോക്കി അതിന്റെ പാക്കേജിംഗ് ഒക്കെ ഭയങ്കര സെക്യൂർ ആയിട്ട് 2 മാങ്ങയുള്ളൂ ഈ ഒരു ബോക്സിൽ. എന്തായാലും ഇത് നല്ല തുടുത്ത അടിപൊളി മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. മാംഗോ സീസൺ തുടങ്ങിയല്ലോ, അപ്പൊ നമുക്ക് ഇത് ആദ്യം അരി വേവിക്കാൻ വെക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളവും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കണേ. പിന്നെ നമുക്ക് ഇത് മുകളിൽ ഒഴിക്കാനുള്ളൊരു സോസ് റെഡിയാക്കണം. ഈ സോസിന് 100 ml കോക്കനട്ട് മിൽക്കിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുക, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർക്കുക, ആ ഒരു റിച്ച്നെസ്സും തിക്നെസ്സും ഒക്കെ കിട്ടാൻ. നെക്സ്റ്റ് ഈ നല്ലോണം വെന്തിരിക്കുന്ന ചോറിലേക്ക് നമ്മൾ 100 ml തേങ്ങാപ്പാലിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളുടെ മെയിൻ സ്റ്റാർ ഓഫ് ദ ഷോ, മാംഗോസ് ഒക്കെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് റെഡിയാക്കണം. നല്ല ടേസ്റ്റുള്ള മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ മാങ്ങ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഈ നല്ലോണം വെന്ത കോക്കനട്ട് മിൽക്ക് റൈസ് മിക്സ്ചറിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കുക. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ബൗൾ എടുക്കുക, നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസും കട്ട് ചെയ്ത് വെച്ച മാംഗോസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളുടെ സോസും അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒഴിക്കുക കേട്ടോ. നല്ലോണം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല റിച്ച്നെസ് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ദേ ടോസ്റ്റഡ് സെസമി സീഡ്സും കൂടി ഞാൻ മുകളിൽ ഇടുന്നുണ്ട്. അപ്പോഴത്തേക്കും കറക്റ്റ് ഒരാളെ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. വൈഷുവിൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടിൽ ഒന്നാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ആൾക്കും ഒരു സർപ്രൈസ് കൊടുക്കാനായിരുന്നു എന്റെ പ്ലാൻ. മാംഗോ സ്റ്റിക്കി റൈസ്. നൈസ്, യു ലൈക്ക് ഇറ്റ്? ആൾക്ക് ബോധിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സംഭവം കളറായിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുള്ളി ഒരു തരി പോലും ബാക്കി വെക്കാണ്ട് ദേ വടിച്ചു നോക്കിയിട്ടുണ്ട് പ്ലേറ്റ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.